2026 ജൂൺ 4-ാം തീയതി ഒരു അപൂർവമായിട്ടുള്ള സംഭവം നടന്നു. ഫൈനാൻഷ്യൽ ടൈംസ് ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ് ന്യൂസ് പേപ്പറാണ്. അതിലൊരു ഒപ്പെഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് എഴുതിയത് ഒരു രാജ്യത്തിൻ്റെ സിറ്റിംഗ് പ്രസിഡൻ്റാണ്, അർജൻറ്റീനയുടെ ഹാവിയർ മിലേ. അദ്ദേഹം ലോകത്തോട് പറയാണ്, ഞങ്ങൾ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. മനുഷ്യരില്ലാത്ത കമ്പനികൾക്ക് ഞങ്ങൾ നിയമം വഴി സാധുത നൽകുന്നു എന്നുള്ളതാണ്. അതിന് ഷെയർ ഹോൾഡേഴ്സ് വേണ്ട, ഡയറക്ടേഴ്സ് വേണ്ട, എംപ്ലോയീസ് വേണ്ട. ഇതിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് AI ഏജൻറ്റുകളായിരിക്കും. അപ്പോൾ ഇത് സാധാരണ ആരെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു നോർമൽ പൊളിറ്റീഷ്യൻ അല്ല. ഈ മിലേ എന്ന് പറയുന്ന വ്യക്തി യൂണിവേഴ്സിറ്റികളിൽ എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫഷണൽ എക്കണോമിസ്റ്റാണ്. കൃത്യം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അതേ പേപ്പറിൽ നമ്മുടെ യുവാൽ നോവ ഹരാരി ഒരു മുന്നറിയിപ്പ് നൽകിയത് എന്താണെന്ന് വെച്ചാൽ, ഈ AIക്ക് ഇത് ഇപ്പോൾ ഹാവിയർ മിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം AIക്ക് നമ്മുടെ സാമ്പത്തിക നിയമവ്യവസ്ഥകളുടെ മാസ്റ്റർ കീ കൈമാറുന്ന ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ നിശിതമായിട്ട് വിമർശിച്ചു, അല്ലെങ്കിൽ അവർ വിചിന്തനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഡിബേറ്റ് തീരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഈ അനൗൺസ്മെൻറ്റിന് ശേഷം പേയ്പാലിൻ്റെ കോഫൗണ്ടറായിരുന്ന ഫേസ്ബുക്കിൻ്റെ ആദ്യ എക്സ്റ്റേണൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള പാലൻറ്റീറിൻ്റെ ഒക്കെ ആളായിട്ടുള്ള പീറ്റർ തീൽ ഉണ്ടല്ലോ, അദ്ദേഹം ബ്യൂണസ് ഐറസിൽ പ്രോപ്പർട്ടി വാങ്ങി ഫാമിലി അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഗവൺമെൻറ്റുകളുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാതിൽ ആക്ച്വലി ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും ഈ വേൾഡിൽ ക്യാപിറ്റലൊക്കെ മൂവ് ചെയ്യുന്ന, വേൾഡ് ഇക്കോണമിയെ ചലിപ്പിക്കാൻ ശേഷിയുള്ള ആളുകൾ അർജൻറ്റീനയിൽ വന്നിട്ട് അവിടെ വാതിൽക്കിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഹരാരി ഇതിനെ എതിർക്കുന്നു, അതുപോലെ എന്താണ് മിലേ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസലിൻ്റെ യഥാർത്ഥ പൾസ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ പ്രധാന ഉദ്ദേശം. ഹാവിയർ മിലേയുടെ നിർദ്ദേശം മുഴുവനായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു അടിസ്ഥാന ചോദ്യമാണ്. ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയമത്തിൻ്റെ കണ്ണിൽ അതൊരു പേഴ്സണാണ്. അതിന് ബാങ്ക് അക്കൗണ്ട് തുറക്കാം, കോൺട്രാക്റ്റുകൾ ഒപ്പിടാം, സ്വത്ത് വാങ്ങാം, കോടതിയിൽ കക്ഷി ചേരാം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പേഴ്സൺ എന്നുള്ള ഒരു ലാറ്റിൻ വാക്ക് നിന്നാണ്, പേഴ്സോണ എന്നുള്ള വാക്ക് നിന്നാണ് ഈ പേഴ്സൺ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. റോമൻ തിയേറ്ററുകളിൽ അഭിനേതാക്കൾ ധരിച്ചിരുന്ന മാസ്ക് ഉണ്ട്, ആ മാസ്കിനെയാണ് ഇത്ര പേഴ്സോണ എന്നറിയപ്പെടുന്നത്. നിയമം ലോകത്തെ കാണുന്നത് മുഖങ്ങളിലൂടെയല്ല, പകരം മാസ്കുകളിലൂടെയാണ്. ആ മാസ്ക് മനുഷ്യർക്ക് മാത്രമല്ല, കമ്പനി എന്നുള്ള ഒരു പേഴ്സൺ കൂടി, നമ്മൾ ലീഗൽ പേഴ്സൺ കൂടിയൊക്കെ നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമൊന്നുമല്ല, ജുറിസ്റ്റിക് കപ്പാസിറ്റിയിൽ ഡയറ്റീസ് വരെ പേഴ്സണാണ്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വത്തിൻ്റെ അവകാശി ആ ഡയറ്റിയാണെന്ന് പറയുന്ന, പ്രതിഷ്ഠയാണെന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ശരിക്കും കാലങ്ങളായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പിന്നിലുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നിൽ മനുഷ്യരുണ്ട് എന്നുള്ള ഒരു അസംഷൻ ഉണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ അപവാദമായിട്ടാണ് ഈ മിലേ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രപ്പോസൽ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒപ്പെഡിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, അർജൻറ്റീനയിൽ AIക്ക് റെഗുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. AI റെഗുലേറ്റ് ചെയ്യാൻ അവർ മെനക്കെടില്ല. നോൺ ഹ്യൂമൻ കോർപ്പറേഷൻ എന്നുള്ള അതായിരിക്കും ആ കമ്പനിയുടെ രൂപം. AI ഏജൻറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ഷെയർ ഹോൾഡേഴ്സ് നിർബന്ധമില്ലാത്തൊരു കമ്പനി ആയിരിക്കും. ഇനി ഇത് കൂടാതെ ടെക്കിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴ്ന്ന ടാക്സ് റേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. പുള്ളിയുടെ ഒരു കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ AI കമ്പനികളും അർജൻറ്റീനയിലേക്ക് വന്നോളി, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബേസാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇതിന് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ റീസണിങ് ഉണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇതിന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1602 വർഷമാണ് കേട്ടോ. ആ കാലത്ത് ആംസ്റ്റർഡാമിൽ ജനിച്ചിട്ടുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്നത്തെ കാലത്ത് പൊതുജനങ്ങൾക്ക് ഷെയർ വിറ്റിട്ടുള്ള ആദ്യത്തെ കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ ഒരു ആക്ച്വൽ ഇന്നൊവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ആശയമാണ്. ഒരു കച്ചവടം പൊളിഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള ഒരു കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് അവരുടെ വീട് വരെ പോകുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ നഷ്ടം, നിങ്ങളുടെ ഓഹരി എത്രയാണോ അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരൊറ്റ വാഗ്ദാനം കാരണം ഒരു അപരിചിതരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പണം കമ്പനികളിലേക്ക് ഒഴുകാൻ തുടങ്ങി. അത് കാരണം ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കപ്പൽപ്പാടകൾ ഉണ്ടാവില്ല, റെയിൽവേസ് ഉണ്ടായിട്ടുണ്ടാവില്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ മിലയുടെ വാദം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു കൊടുക്കണം, പുള്ളി ഒരു ഇക്കണോമിസ്റ്റാണ്. അപ്പോൾ ഓരോ സാമ്പത്തിക വിപ്ലവവും സഞ്ചരിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ലീഗൽ ഇൻവെൻഷൻസിൻ്റെ പുറത്താണ്. അപ്പോൾ AI യുഗമാണല്ലോ ഇപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് അതുപോലെയുള്ള ഒരു ലീഗൽ ഇൻവെൻഷൻ ആവശ്യമുണ്ട്. അതാണ് ഈ നോൺ ഹ്യൂമൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആശയം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യുക്തി കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ AIക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ്ലി ഡ്രാഫ്റ്റ് ചെയ്യാം. പക്ഷേ ആ കോൺട്രാക്റ്റ് ഒപ്പിടാൻ AIക്ക് പറ്റില്ല. നല്ല ഡീൽസ് കണ്ടെത്താൻ പറ്റും, പക്ഷേ ആ ഡീലിൻ്റെ ഓണർഷിപ്പ് AIക്കല്ല, അതൊക്കെ മനുഷ്യനാണ്. ഒരു ബിസിനസ് മുഴുവൻ വേണമെങ്കിൽ റൺ ചെയ്യാം. ഇനി 1 പേഴ്സൺ കമ്പനികൾ എന്നുള്ള ആശയമൊക്കെ വരികയാണ്. അപ്പോൾ ബാക്കിയുള്ള വർക്കെല്ലാം AI ആയിരിക്കും ചെയ്യുക.
പക്ഷേ ആ ബിസിനസ്സിൻ്റെ ഓണറായിട്ടിരിക്കാൻ എ ഐക്ക് പറ്റില്ല. അപ്പോൾ എ ഐക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ ലീഗൽ പേഴ്സൺഹുഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിയമത്തിൻ്റെ കണ്ണിലുള്ള ഈ ലീഗൽ പേഴ്സൺഹുഡ് കൂടി എ ഐക്ക് കൊടുക്കുക എന്നുള്ളതാണ് മിലയുടെ ബെറ്റ്. അപ്പോൾ ഇതാരാണോ ആദ്യം കൊടുക്കുന്നത് അവരായിരിക്കും ഇനി എ ഐയുടെ ലോകത്തിൻ്റെ ഒരു ജന്മസ്ഥലമായിട്ട് മാറുക എന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ ഐ ലോജിസ്റ്റിക് കമ്പനി എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ മനുഷ്യന്മാർ റൺ ചെയ്യുന്ന ലോജിസ്റ്റിക് കമ്പനികളാണല്ലോ ഉള്ളത്. അപ്പോൾ എ ഐ ഡിമാൻഡ് പഠിക്കുന്നു, എ ഐ സപ്ലയേഴ്സുമായിട്ട് വില പേശുന്നു, കോൺട്രാക്റ്റുകൾ ഒപ്പിടുന്നു, പേയ്മെൻറ്റ് വാങ്ങുന്നു എന്നുള്ളതൊക്കെയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കോൺട്രാക്ടേഴ്സായിട്ട് ഹയർ ചെയ്തിട്ട് ആ പണികളും കൂടെ എടുപ്പിക്കാം. എന്നിട്ട് അതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും, ലാഭം അതിൻ്റെ സ്വന്തം വളർച്ചയിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറക്കമില്ല, ശമ്പളമില്ല, ഒരേ സമയം ആയിരക്കണക്കിന് ഇടപാടുകൾ ഒരേ പാരലലിയൊക്കെ റൺ ചെയ്യാൻ പറ്റും. ഇതിന് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനാവശ്യമായിട്ടുള്ള ടെക്നോളജികൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിനിപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഇതുപോലെ ഒരു ലീഗൽ പേഴ്സൺഹുഡ് എന്നുള്ള കാറ്റഗറി എ ഐക്ക് നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് കേൾക്കുന്ന സമയത്ത് ഫുള്ളി ഉൾക്കൊള്ളാൻ ഒരുപാട് പ്രയാസം ഉണ്ടാകും. കാരണം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ബാക്കിയുണ്ടാവും. പക്ഷേ മിലെ ഇത് മുന്നോട്ട് വെക്കുന്നതിന് എഗെയിൻ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 1913 അല്ലെങ്കിൽ ഒരു 100-110 വർഷം ബാക്കാണ് നോക്കിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള 10 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അത്ര അർജൻറ്റീന. പിന്നീട് ഏകദേശം ഒരു നൂറ്റാണ്ട് വർഷത്തിൽ ഏകദേശം 9 തവണ അവർ ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഏകദേശം $45 ബില്യൺ IMFൻ്റെ കടം റീസ്ട്രക്ചർ ചെയ്യുന്ന പരിപാടിയിലാണ് അവരുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഒരു സിംഗിൾ ഷോട്ട് വേണം. നമ്മളൊക്കെ ഉണ്ടല്ലോ കടത്തിൽ മുങ്ങി പറ്റ കൈവിട്ട് നിൽക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുത്തിട്ട് അതുവഴി കഴിച്ചിലാവാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്ന ഒരു സിനാരിയോ ഇല്ലേ. അപ്പോൾ അതുപോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അടുത്ത എ ഐ വേൾഡിൻ്റെ ലീഗൽ പേഴ്സൺഹുഡ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവരുടെ ഒരു ലോട്ടറി ടിക്കറ്റായിട്ട് അവർക്ക് കഴിച്ചിലാവാൻ പറ്റുമെന്നൊക്കെയുള്ള. അപ്പോൾ ഇദ്ദേഹത്തെ ശരിക്ക് ഇതിനൊരു കോണ്ടെക്സ്റ്റും കൂടിയുണ്ട്. ചെയിൻസോ ഉയർത്തിയിട്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അനാർക്കോ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ്. ചെയിൻസോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് കട്ട് ചെയ്യും. മറ്റേ US ഇലോൺ മസ്കും ട്രംപും കൂടിയൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടിന് സമാനമായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് അവരുടെ ഫ്യൂച്ചറിനെ എങ്ങനെ വേണം എന്ന് ഡിസൈൻ ചെയ്യുന്നതാണെന്നൊക്കെ കാണാം. പക്ഷേ എന്തുകൊണ്ട് ഹരാരി ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിലിനി നമ്മൾ വായിക്കേണ്ടതായിട്ടുള്ള ഭാഗം. യുവാൽ നോവ ഹരാരിയുടെ എതിർപ്പുകൾ പ്രധാനമായിട്ടും 4 നിരീക്ഷണങ്ങളുടെ മുകളിലാണ്. ആദ്യത്തേത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AI ഒരു ഭാഷാ നേറ്റീവാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ സിവിലൈസേഷനും എല്ലാ കാര്യങ്ങളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഭാഷയാണ്. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജറുകളിലുള്ള വാക്കുകളും അക്കങ്ങളൊക്കെയാണ്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പുസ്തകങ്ങളിൽ ഒരുപാട് വാക്കുകളുണ്ട്. പണം, മതം, രാഷ്ട്രീയം, കോടതി, ഇതെല്ലാം വാക്കുകൾ കൊണ്ട് നമ്മൾ പണിതിട്ടുള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ശരിക്കും ഈ ഭൂമി ഭരിക്കുന്നത് നമ്മുടെ മസിൽ പവർ കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നുമല്ല, ഭാഷാ നിർമ്മിതമായിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യനല്ലാത്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളോളമോ അല്ലെങ്കിൽ നമ്മളെക്കാൾ അധികമോ ഭാഷയിൽ മികച്ചതായിട്ടുള്ള ഒരു സിസ്റ്റം ഇതിലേക്ക് മുന്നിട്ട് വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കാണുന്ന ഒന്നാമത്തെ പ്രശ്നം. ഒന്നാമത്തേതിൻ്റെ തുടർച്ചയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AI ഒരു ബ്യൂറോക്രസി നേറ്റീവാണ്. ഇപ്പോൾ ലോകം ഭരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. ബാങ്കുകൾ, കോടതികൾ, നിയമം, ടാക്സുകൾ, ലാൻഡ് റെക്കോർഡുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭാഷാ നേറ്റീവായിട്ടുള്ള ഒരുപാട് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സിലൂടെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിതിലൊന്നും അത്ര മിടുക്കരല്ല. ഭൂമിയിൽ നിലവിൽ നമ്മളോട് ഈ മത്സരത്തിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ നമ്മളെക്കാൾ ശേഷിയുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ AIയെ സംബന്ധിച്ചിടത്തോളം ഇത് AIയുടെ ബർത്ത് പ്ലേസ് ആണ്. മീൻ വെള്ളത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ AI സംബന്ധിച്ചിടത്തോളം AI ജനിക്കുന്നത് തന്നെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്നുള്ള വാക്ക് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ വാക്കുകളുടെയും നിയമങ്ങളുടെയും ഫോമുകളുടെയൊക്കെ ലോകത്താണ് AI ജനിച്ച് വീണിട്ടുള്ളത്. അപ്പോൾ ആ മേഖലയിൽ AI നമ്മളെക്കാൾ ഒരുപാട് മുകളിലാണ് എന്നുള്ളത്. മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AI പഠിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും അത് മറക്കില്ല. പക്ഷേ AIയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് വെക്കാൻ കഴിയും. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും നിയമസംഹിത ഒരേ സമയത്ത് പഠിക്കാൻ കഴിയും, ഓർത്ത് വെക്കാൻ കഴിയും. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കമ്പയർ ചെയ്തിട്ട് നാളെ ഇതിനേക്കാൾ നല്ലൊരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് അതിനും സാധിക്കും. ഇതിന് ക്ഷീണം ഉണ്ടാവില്ല, റിട്ടയർമെൻറ്റ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ എല്ലാ അഡ്വാൻറ്റേജുകളും ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യം നോക്കുക, മനുഷ്യന് ക്ഷീണമുണ്ട്, റിട്ടയർമെൻറ്റ് ഉണ്ട്, നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. നമ്മുടെ എക്സ്പെർട്ടൈസ് ഒരാളുടെ മേലെ എത്ര തന്നെ അയാളെ സംഭവമാക്കി എക്സ്പെർട്ടൈസ് ക്രിയേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും അയാൾ മരിച്ചാൽ അതൊക്കെ തീർന്നു. പക്ഷേ AI യുടെ കാര്യം അങ്ങനെയല്ല. AI മരിക്കുന്നില്ല, പകരല്ല എന്താ ചെയ്യുന്നത്, അത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്.
അപ്പോൾ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ റീസണിങ് ആണ് കുറച്ചും കൂടി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതെന്താണെന്ന് വെച്ചാൽ ഏജൻസി എന്ന് പറയുന്ന കാര്യമാണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ AI ഏജൻറ്റുകൾ, ഏജൻസി എന്നൊക്കെ പറയുന്ന ലൈക്ക് ആ ആശയം അവിടെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ചരിത്രത്തിലെ എല്ലാ ടെക്നോളജികളും ഇതിന് മുൻപ് വന്നിട്ടുള്ളതെല്ലാം ടൂളുകളായിരുന്നു. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കാര്യം നോക്കുക, അതിന് സ്വയം തീരുമാനിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് പുസ്തകമാണ് അച്ചടിക്കേണ്ടതെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഗുട്ടൻബർഗ് തീരുമാനിച്ചു ആദ്യകാലങ്ങളിൽ. പിന്നീട് അതാത് കാലങ്ങളിൽ ആരാണോ ആ പ്രിൻറ്റിംഗ് പ്രസ്സിനെ നിയന്ത്രിച്ചിരുന്നത് അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആറ്റം ബോംബ് ഉണ്ടാക്കി, ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു. ആറ്റം ബോംബ് സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയി ഇടുന്നില്ല, എവിടെ ഇടണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഒരു ഹ്യൂമൻ ലെയറാണ്. ഇവിടെ AI ഒരു ആദ്യത്തെ അപവാദമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? സ്വയം തീരുമാനിക്കാൻ കഴിയും, സ്വയം പുതുക്കാൻ കഴിയും, സ്വയം അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ അതിന് ഐഡൻറ്റിറ്റി, ഇതൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ സിലിക്കൺ വാലി എലീറ്റ്സ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവരൊരു കാര്യം കൂടി ഒരേ ശ്വാസത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തെ സൃഷ്ടിക്കും, എന്നിട്ടോ ആ ദൈവം നമ്മുടെ അടിമയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹരാരി പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ച് വരുമോ, അത് ശരിയാകില്ലല്ലോ എന്നുള്ളതാണ്. ഇവിടെയാണ് ഇതൊക്കെ കൂട്ടി വായിക്കും, ഈ 4 പോയിൻറ്റുകളും കൂട്ടി വായിക്കുക. അപ്പോഴാണ് ഹരാരി പറയുന്ന ഒരു പോയിൻ്റ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുക. ബ്യൂറോക്രസിയിൽ, ഭാഷയിൽ നമ്മളെക്കാൾ മികച്ച, ഒരിക്കലും മറക്കാത്ത, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു എൻറ്റിറ്റിക്ക് ഇതുവരെയുള്ള ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് നിയമമായിരുന്നു. ലീഗലി അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും, ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് ഒപ്പിടാനുള്ള നേരത്തെ പറഞ്ഞ ലീഗൽ പേഴ്സൺഹുഡ് ഇല്ല. അപ്പോൾ ഈ ലീഗൽ പേഴ്സൺഹുഡാണ് അതിന് ലഭിക്കേണ്ടെന്ന അവസാനത്തെ മാസ്റ്റർ കീ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ശരിക്ക് ഹരാരിയുടെ തന്നെ ഒരു ഉപമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കൂടിൻ്റെ പൂട്ട് നമ്മൾ കുറുക്കൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഒപ്പം ഹരാരി ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ നിയമവ്യവസ്ഥ നിൽക്കുന്നത് ശിക്ഷയുടെ ഭയത്തിലാണ്. തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. അത് ശിക്ഷ കിട്ടുന്നത് ആർക്കാണ്? ഇപ്പോൾ ഒരു കമ്പനി തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കമ്പനിയുടെ അധികാരികളായിട്ടുള്ള, ഓണേഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻസിന് ശിക്ഷ ലഭിക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും ആൾക്കാർ ചെയ്യാതെ ഈ നിയമവ്യവസ്ഥയൊക്കെ അതുപോലെ നിൽക്കുന്നത്. അപ്പോൾ ഒരു അൽഗോരിതത്തിന് എങ്ങനെയാണ് ജയിലിലിടുക? അല്ലെങ്കിൽ മനുഷ്യരില്ലാത്ത കമ്പനികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ആ കമ്പനി അങ്ങോട്ട് കില്ല് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പേടിച്ച് AI കമ്പനി അയ്യോ ഞങ്ങൾ ഇനി ആ തെറ്റൊന്നും ചെയ്യില്ല, ഞങ്ങൾ നന്നാവും എന്ന് പറയുമോ? ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ തിയറി മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഹരാരിയുടെ ഈ ഒരു ഉത്തരം കുറച്ചും കൂടി നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പരീക്ഷണം നമ്മൾ ഒരിക്കൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാര്യം എടുത്ത് നോക്കുക. ഇപ്പോൾ കമ്പനികൾക്ക് ലീഗൽ പേഴ്സൺഹുഡ് ലഭിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ AI ഓൾറെഡി പേഴ്സൺസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം ഇന്നുണ്ട്, അത് സോഷ്യൽ മീഡിയകളാണ്. ലോകത്ത് ഒരു പാർലമെൻറ്റും AI പേഴ്സൺഹുഡ് സോഷ്യൽ മീഡിയയിൽ ആവാം എന്നുള്ളതിന് വോട്ട് ചെയ്തിട്ടില്ല, പെർമിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിന്ന് നമ്മുടെ ടൈം ലൈനിൽ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ എന്തും ആയിക്കോട്ടെ, അതിൽ കാണുന്ന ഒട്ടുമിക്ക കണ്ടൻറ്റുകളും ലക്ഷക്കണക്കിന് ബോട്ടുകൾ മനുഷ്യരായിട്ട് അഭിനയിച്ച് നമ്മുടെ മുൻപിൽ എത്തിക്കുന്നതാണ് എന്നുള്ള ഒരു പഠനങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളിന്ന് കാണുന്ന 100 കണ്ടൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിൽ 40%-ലധികവും ബോട്ടുകൾ ഉണ്ടാക്കുന്നതാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പുറത്തുള്ളത് ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ ബോട്ടാണോ എന്ന് നമുക്ക് പലപ്പോഴും ഇന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിച്ചതല്ല, പക്ഷേ ഇത് സ്വയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫലം നല്ലതുമല്ല. കാരണം ഇന്ന് വർഗീയത പ്രചരിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസിനെ പെരുപ്പിച്ച് കാണിക്കാനാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് ബോട്ടുകൾ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മിലെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം ഒരു സമ്പദ്ഘടന മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള രൂപത്തിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ഹരാരി ചോദിക്കുന്നതിൽ കുറച്ചൊക്കെ വാസ്തവമില്ലേ എന്നുള്ളതാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിനൊക്കെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ള ഒരു POV ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അർജൻറ്റീന ലോക ഭൂപടത്തിൽ ഫുട്ബോളിനല്ലാതെ മറ്റൊരു കാര്യത്തിന് അത്ര തന്നെ ഫേമസ് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല. പക്ഷേ ഈ ഒരൊറ്റ ഒപ്പെഡോട് കൂടിയിട്ട് AI മേഖലയിൽ ഇന്ന് ഒരുപാട് ഡിബേറ്റ്സിന് വഴി വെച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അവർക്ക് നല്ല മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ്. ഇതിൽ കൂടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ബിസിനസ് മോഡലുണ്ട്, അല്ലെങ്കിൽ മുൻപ് പ്രൂവൺ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലുണ്ട്. അതിനെ രജിസ്ട്രി ഇക്കണോമിക്സ് എന്നാണ് പറയുക. അമേരിക്കയിലെ ഡെലാവെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്, ഫോർച്യൂൺ 500 കമ്പനികളുടെ ഏകദേശം 2/3 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നാട്ടിലാണ്. അവിടെ ഫാക്ടറികളില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിയമം മാത്രമാണ് വിൽക്കുന്നത്. ആ സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും ഈ രജിസ്ട്രികളിൽ സൈനപ്പ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്നാണ്. ഇതുപോലെ ചെയ്യുന്ന പനാമയുണ്ട്, ലൈബീരിയ ഉണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന കപ്പലുകൾക്ക് അതിന് മേലെ ഈ രാജ്യത്തിൻ്റേതാണെന്ന് വെക്കുന്ന ഫ്ലാഗ് ഉണ്ടല്ലോ, അത് വിറ്റ് ജീവിക്കുക എന്നുള്ളതാണ്. മോൺറോവിയ ഒരിക്കലും കാണാത്ത ആയിരക്കണക്കിന് കപ്പലുകൾ ലൈബീരിയൻ പതാകയിൽ ലോകം ചുറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഫ്ലാഗ്സ് ഓഫ് കൺവീനിയൻസ് എന്നാണ് അതിനെ വിളിക്കുക.
അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് മിലെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാണുന്നത്. AI-യുടെ ഡെലാവെയർ ആവുക, അല്ലെങ്കിൽ പനാമ ആവുക, ലൈബീരിയ ആവുക എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് AI എൻറ്റിറ്റികൾക്ക് ഒരു ലീഗൽ അഡ്രസ്സ് കൊടുക്കുക, ഒരു മേൽവിലാസം കൊടുക്കുക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ആരെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് പീറ്റർ തീൽ വന്നത്. പീറ്റർ തീൽ ആരാന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ധാരണ കിട്ടും. 2009 അദ്ദേഹം ഒരു എസ്സേ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഐ നോ ലോങ്ങർ ബിലീവ് ദാറ്റ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി ആർ കമ്പാറ്റിബിൾ എന്ന് അദ്ദേഹം പറയുന്നത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇനി ഒരുമിച്ച് പോകില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തിലെ ഭൂരിപക്ഷം എപ്പോഴും കൂടുതൽ നിയന്ത്രണം വേണം, കൂടുതൽ നികുതി, പൈസ കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കൂടുതൽ നികുതി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. പക്ഷേ യഥാർത്ഥ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വോട്ടർമാരുടെ കൈയെത്താത്ത, വോട്ടർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഇടം വേണം. അന്ന് മുതൽ ഒരു കഴിഞ്ഞ 2 decades ആയിട്ട് അദ്ദേഹം ആ ഒരു എക്സിറ്റ് പോയിൻ്റ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് 3 ഘട്ടങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിൻ്റെയും അതിർത്തിക്ക് ഉള്ളിൽ പെടാത്ത ഒരു കടലിൽ പോയിട്ട് ഒരു ഭൂമി അങ്ങോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അവിടുത്തെ നിയമവും മറ്റുള്ള കാര്യങ്ങളോ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ പോയിട്ട് സ്വന്തം നിയമങ്ങളുള്ള ഒഴുകുന്ന ഫ്ലോട്ടിംഗ് സിറ്റീസ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം അതിന് വേണ്ടി കുറേ പണം ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ഒന്നും പ്രോപ്പറായിട്ട് പുറത്തേക്ക് വന്നു. പിന്നീട് അദ്ദേഹം ന്യൂസിലാൻഡ് സിറ്റിസൺഷിപ്പിന് ശ്രമിച്ചു. പക്ഷേ ആ രാജ്യത്ത് അദ്ദേഹം ഏകദേശം 12 ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ. അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള പരിപാടിയൊന്നും അദ്ദേഹത്തിന് നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് എഗെയിൻ മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗരത്വം കിട്ടിക്കഴിഞ്ഞാലും അടുത്ത നിയമങ്ങൾ മാറ്റി എഴുതാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ അവിടെയും പറ്റില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഹോണ്ടറാസിൽ ഒരു പ്രൈവറ്റ് സിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ സ്വന്തം റെഗുലേഷൻസ്, സ്വന്തം കോടതികൾ, ഒരു രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് ആ നിയമം റദ്ദാക്കി. അതായത് അവരെ ഹോസ്റ്റ് സിറ്റി അവിടുത്തെ പൊളിറ്റിക്കൽ പ്രഷറിന് അടിപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊന്നും മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന്നൊക്കെ മാറിയിട്ട് അർജൻറ്റീന അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഭൂമി പണിയേണ്ട, അവിടെ രാജ്യമുണ്ട്, പണം കൊടുത്തിട്ട് ആൾക്കാരുടെ എഗ്രിമെൻറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതെന്താ, പലപ്പോഴും നമ്മളൊരു പ്രോജക്റ്റൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നടത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആരാണ് തീരുമാനം എടുക്കുന്നത് അവരെ ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അർജൻറ്റീനൻ പ്രസിഡന്റ് ആദ്യമേ ഈ ഇനിയുള്ള കാലത്ത് നാട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ്. അപ്പോൾ പീറ്റർ തീൽ ഇത് കറക്റ്റ് പോയിന്റാണ്. അദ്ദേഹം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ സാധനമാണ്. അതെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. ഇതാണ് അർജൻറ്റീന അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു എൻട്രി. അപ്പോൾ ഒരു സർക്കാർ തുറന്നു കൊടുക്കുന്ന വാതിൽ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ ചിന്തിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പകുതിയെ ചിന്തിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതൊരു ഓപ്പർച്യൂണിസം മാത്രമല്ല. അപ്പോൾ 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത് എന്താ വെച്ചാൽ, അവർ വെറും ഒരു കച്ചവട സ്ഥാപനമായിട്ട് നിന്നില്ല. അവരുടെ ചാർട്ടറിൽ അവർ സ്വന്തമായിട്ട് സൈന്യം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധം പ്രഖ്യാപിക്കാൻ, നാണയം അടിക്കാൻ, പ്രദേശങ്ങൾ ഭരിക്കാൻ വരെയുള്ള അധികാരങ്ങൾ അവരുടെ ചാർട്ടറിനകത്തുണ്ടായിരുന്നു. അത് അന്നൊരു പുതിയ സംഭവമാണ്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഏഷ്യയിൽ വന്ന സമയത്ത്, നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്ന സമയത്ത് അവരതൊരു രാജ്യം പോലെ തന്നെയാണ് പെരുമാറിയത്. അതിനെ സൃഷ്ടിച്ച ഗവൺമെൻറ്റുകൾക്ക് അതിനെ തിരിച്ച് പിന്നീട് കൺട്രോൾ ചെയ്യാൻ ഏകദേശം 2 നൂറ്റാണ്ടെങ്കിലും വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ പുതിയ ലീഗൽ പേഴ്സൺസ് ഒരിക്കലും അത് ഉണ്ടാക്കിയ പെട്ടിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒതുങ്ങാറില്ല. പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു സിനാരിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു 19 കൊല്ലം കഴിഞ്ഞാൽ അർജൻറ്റീന ഇന്ന് എടുത്തതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം. AI-ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ബോധ്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ബോധ്യങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന വേഗത ഒരു മനുഷ്യർക്കും ഇന്ന് പരിചിതമായിട്ടുള്ളതായിരിക്കണം എന്നില്ല. ഒരു റാപ്പിഡായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റിന്, AI ഡിപ്ലോയ്മെൻറ്റിന് ഒരു പക്ഷേ അർജൻറ്റീന വേദിയായി മാറുകയും AI-യുടെ ഡെലാവെയർ ആയിട്ട് അവർ മാറുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള നമ്മളൊക്കെ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുതിയ കാര്യങ്ങളും പുതിയ പാറ്റേണുകളും എന്ത് എന്നുള്ളത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പേഴ്സ്പെക്റ്റീവ് നൽകുക എന്നുള്ളത് മാത്രമേ ഇതിലെനിക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, എന്താണ് AI-യുടെ ഏതൊക്കെ രീതിയിലായിരിക്കും AI ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിനെല്ലാം നമ്മൾ റെഡിയാണോ എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.